എനിക്കൊന്നിനും ഒരു യോഗവും ഇല്ല അച്ഛാ. വെറും ഭാഗ്യം കെട്ട ജന്മം. അല്ലെങ്കിലും 13ാമത്തെ വയസ്സിൽ പ്രസവിച്ച അമ്മ വരെ ഒറ്റയ്ക്കാക്കിട്ട് പോയതല്ലേ. വല്ലാത്തൊരു തലയിലെഴുത്ത്. എന്തിനാ ദേവി എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കണമെന്നാ മനസ്സിലാവാത്ത. എല്ലാം കയ്യെത്തും ദൂരത്ത് വരെ കാണിച്ചു തന്നിട്ട് തിരികെ എടുക്കുക. ഈ ജന്മത്തില് ഭാഗ്യം എന്നത് കല്യാണിക്ക് പറഞ്ഞിട്ടില്ല. ശാപം കിട്ടിയ ജന്മം. ഞാൻ ഇത്രയും വിഷമിച്ചിട്ടും പറഞ്ഞിട്ടും അച്ഛൻ എന്താ ഒരക്ഷരം തിരിച്ചു പറയാത്തത്? ഞാൻ അച്ഛന്റെ മോളല്ലേ. എന്റെ സങ്കടങ്ങൾ കാണാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അച്ഛൻ എന്താ തോന്നാത്തത്? ഒന്നും മിണ്ടാതെ ഇങ്ങനെ കല്ലുപോലെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അച്ഛന്. ഒന്നുമില്ലെങ്കിലും അമ്മയില്ലാതെ വളർന്ന പെണ്ണല്ലേ അച്ഛൻ ഞാൻ. ആ ഒരു പരിഗണനയെങ്കിലും. അച്ഛന് ഇത്ര വെറുപ്പ് തോന്നാൻ അത്ര വലിയ തെറ്റെന്താ അച്ഛൻ ഞാൻ ചെയ്തത്? അച്ഛൻ പറ, ഞാൻ കേക്കട്ടെ. പറ അച്ഛാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അച്ഛൻ പറ, അച്ഛൻ പറ. രാത്രിയാ, കാറിനുള്ളിൽ കിടന്ന് സീനുണ്ടാക്കരുത്. മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുക അവിടെ. विलासनी विलासनी നീ എന്താ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ. അയ്യോ, ആരെയും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കാണുമോ, ആനന്ദും കല്യാണിയും സിംഗപ്പൂരിലേക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിന്നതാ. കൊള്ളാം, നല്ല ആലോചന. നേരെ ഉരുട്ടിയത് നീ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. അവരിപ്പോ പകുതി വഴി കഴിഞ്ഞു കാണും. വാസം പറഞ്ഞ ഞാൻ വിചാരിച്ചത് നീ ആരോ കാത്തിരിക്കുകയാണെന്ന്. അല്ല വിലാസിനി, ഇനിയുണ്ടോ നിന്റെ ആങ്ങളയുടെ മക്കളെങ്ങാനും വരാനായിട്ട്? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണം കേട്ടോ. എനിക്കും അഖിലേക്കും മക്കൾക്കും കുറച്ചു ദിവസം മാറി നിൽക്കാനാ. ശിവരാമേട്ടാ, ശവത്തെ കുത്തരുത്. 1-2 അബദ്ധങ്ങൾ ഏത് മനുഷ്യർക്കും പറ്റും. അബദ്ധം പറ്റിയതേ എന്റെ അനിയനാ നിന്നെ കല്യാണം കഴിച്ചത്. ശിവരാമേട്ടാ, കല്യാണിയോ? ഇതെങ്ങനെ? എത്തിയല്ലോ. വാ വാ. ഈ വിലാസിന് ഇവിടെ ഉള്ളപ്പോ നീ അങ്ങനെ സിംഗപ്പൂരിൽ പോയി വിലസണ്ട കേട്ടോടി. എന്തു പറ്റി നിനക്ക്? നീ എന്താ സിംഗപ്പൂരിൽ പോവാതെ തിരിച്ചു വന്നത്? എന്റെ പാസ്പോർട്ട് എവിടെ കളഞ്ഞു പോയി മാഡം. അതുകൊണ്ട് വലിയ ഒറ്റയ്ക്ക് പോയി. പാസ്പോർട്ട് കാണുന്നില്ലെന്നോ? പാസ്പോർട്ടിന് എന്താടി കയ്യും കാലും ഉണ്ടോ തനിയെ ഓടിപ്പോവാൻ? സിംഗപ്പൂരിൽ പോകാൻ പോകുന്നെന്ന് കേട്ടപ്പോ സ്വയം മറന്ന് നീ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു കാണുമായിരിക്കും.
വിലാസിനി, പാസ്പോർട്ടൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട കല്യാണി. പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചതല്ലേ എടുത്തിട്ടുണ്ടോന്ന്. ഞാൻ സൂക്ഷിച്ച് ഈ ബാഗിൽ തന്നെ വെച്ചിരുന്നതാ സാർ. പക്ഷെ എങ്ങനെ കാണാണ്ട് പോയെന്ന് എനിക്ക് അറിയാൻ വയ്യ. യാത്രയൊക്കെ നന്നായിട്ടിരിക്കട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വാ കല്യാണി. ഇതിനിപ്പോ വേറെ ആരെയും കുറ്റം പറയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പറന്നു പോണ വിമാനത്തെ നോക്കി വാ പൊളിച്ച് നിൽക്കുന്നവളാ ഇവളൊക്കെ. അങ്ങനെയുള്ള ഇവൾക്ക് വിമാനത്തിൽ കയറാൻ അവസരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഇവളങ്ങ് സ്വയം മറന്ന് അഹങ്കരിച്ചു കാണും. അതിന്റെ ഇടയിൽ സിബം തുറന്നു വെച്ച് ബാഗും ആട്ടി ആട്ടി അങ്ങ് നടന്നു കാണും. പാസ്പോർട്ട് എവിടെയോ തെറിച്ചു പോയി, അത് തന്നെ സംഭവം. ഇവളുടെ തലയിൽ എഴുത്തും ബെസ്റ്റാ, അതായി ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. വിലാസിനി, കല്യാണി സിംഗപ്പൂർ യാത്രയും മുടങ്ങി പാസ്പോർട്ടും പോയി സങ്കടപ്പെട്ടാ നിൽക്കുന്നത്. അവളെ ഒന്ന് സമാധാനിപ്പിക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കല്യാണി, കരയല്ലേ? ഇപ്പൊ സിംഗപ്പൂരിൽ പോകാൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. പാസ്പോർട്ട് നമുക്ക് വേറെ എടുക്കാം. നമ്മൾ ഇനി അടുത്ത അവാർഡ് വാങ്ങാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിലാ. നീ നോക്കിക്കോ. മനസ്സിന് ഒരുപാട് വിഷമമായല്ലേ ദാസേ? ബാഡ് ലക്ക്, അങ്ങനെ കരുതിയാ മതി. ആ, ഇവള് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച മനസ്സിന് നല്ല വിഷമം തന്നെയാ സാറേ. പക്ഷെ അച്ഛനായി പോയില്ലേ, കൂടെ നിന്നല്ലേ പറ്റൂ. സാരമില്ല, വിഷമം കൊണ്ടാ. നീ ചെല്ല്. പാവം. അയ്യോ, അങ്ങനെ ആനന്ദിന്റെയും കല്യാണിന്റെയും സീക്രട്ട് ഹണിമൂൺ അങ്ങ് പൊളിഞ്ഞു. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം. അയ്യോ, ഇനി വേണം മനസ്സ് തണുത്തൊന്ന് കിടന്നുറങ്ങാൻ. The autobiography written by the Om Prakash Valmiki was The Judan. It tells us about the discrimination happened in his school days because of being born in a Dalit family. He was told to clean the floors. He was told to അയ്യോ, ചേച്ചി എന്താ തിരിച്ചു വന്നേ? സിംഗപ്പൂരിൽ പോയില്ലേ? ഇത് കൊണ്ടുപോയി അകത്ത് വെക്ക്. അതൊക്കെ വയ്ക്കാം. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ചേച്ചി എന്താ സിംഗപ്പൂരിൽ പോവാത്തെ? എന്താ പ്രശ്നം? പ്രശ്നം നിന്റെ
പൊക്കോണന്റെ കൺവെട്ടത്തുനിന്ന് റാസ്കലുകള്. മതിയാകടി. ആര് നിക്കടി? അച്ഛാ, എന്നെ ഒന്ന് നോക്കച്ഛ. ഈ മുഖം ഒന്ന് നോക്ക്. അങ്ങോട്ട് മാറിക്കടി. ഇല്ല, ഇനി മാറി നിൽക്കില്ല ഞാൻ. എനിക്കറിയണം ഞാൻ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തേ. അച്ഛൻ എന്താ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാത്തെ? എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? പറ അച്ഛാ. ഇത്രക്ക് എന്റെ മുഖം നോക്കാൻ പോലും അച്ഛന് പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് പോലും എന്റെ അച്ഛനില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? കൊന്നേക്കെന്നെ, കൊല്ല് കൊല്ല്. അതാകുമ്പോ ഒറ്റ വേദനയോട് തീരുമല്ലോ എല്ലാം. അച്ഛനെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ വെറുതെ ചേച്ചി അടിക്കുന്നേ? നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ഞാൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ നീ ജീവിക്കില്ലെന്നോ? ഞാൻ നിന്നെ കൊല്ലണമെന്നോ? കൊള്ളാം. നീ ആരെയാടി കളിപ്പിക്കാൻ നോക്കുന്നേ? നിന്നെ ജനിപ്പിച്ച തന്തയോ? അവളുടെ ഒരു വേഷം കെട്ട്. എത്ര നാള് നീ എന്റെ മുമ്പിൽ ഈ നാടകം കളിക്കും? ആയുഷ്കാലം മുഴുവനോ? വൃത്തികെട്ടവള്. അച്ഛാ, അച്ഛൻ എന്നെ അടിച്ചോ? അടിച്ചു കൊന്നോ? എനിക്ക് പരാതിയില്ല. പക്ഷെ അതിനു മുമ്പ് ഞാൻ അച്ഛന്റെ മുമ്പിൽ എന്ത് വേഷം കെട്ടി എന്ത് നാടകം കളിച്ചു എന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? ഇത്രയും നാൾ നീ എന്റെ മുമ്പിൽ വേഷം കെട്ടായിരുന്നില്ലേ? പറ, നീ എന്നെ ചതിക്കല്ലായിരുന്നോ? ഞാൻ എന്റെ അച്ഛനെ ചതിക്കാനോ? എന്തൊക്കെയാ അച്ഛൻ ഈ വിളിച്ചു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല നിനക്ക്? പിന്നെയും കള്ളം പറഞ്ഞ് എന്നെ ചതിക്കാൻ നോക്കുമ്പോ എങ്ങനെ മനസ്സിലാവാനാ? അല്ലേ? എന്നാ ഞാൻ കാണിച്ചു തരാം നീ എന്നോട് ചെയ്യുന്ന ചതിയും വഞ്ചനയും എന്താണെന്ന്.
എന്താ ഇത്? ചോദിച്ച കേട്ടില്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? എന്തിനാ ഇതൊക്കെ എടുത്ത് സൂക്ഷിക്കുന്നേ? രഹസ്യമായി കണ്ട് നിനക്ക് സന്തോഷിക്കാനോ? എന്താടി, നിന്റെ നാവങ്ങ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയോ? അറിയടി, ഇതിന്റെ പേര് വിശ്വാസവഞ്ചന എന്നല്ലേ? മനുഷ്യൻ ചതിന്ന് വിളിക്കുന്ന ഇതിനെയല്ലേ? അത് വലിയ നിർത്തരി വൃത്തിയാട്ടവളെ. ഇനിയും കള്ളം പറയാൻ നോക്കിയാ ആ നാവരിഞ്ഞെടുക്കും ഞാൻ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ പറ്റി? അവരൊക്കെ ആരെന്നറിയോ നിനക്ക്? എനിക്ക് നിനക്ക് അന്നം തരുന്നവരാ അവര് തരുന്ന പിച്ചയായി ജീവിതം. വെറൊരു ഡ്രൈവറുടെ മോളായ നീ വലിയ കുഞ്ഞിന്റെ പേഴ്സും ചീപ്പും തുവാലിയും ഫോട്ടോ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ അർത്ഥം എന്താ? എല്ലാവരും കൊലക്ക് കൊടുത്തിട്ട് അടങ്ങുള്ളൂ നീ. ആഹാ, അഹങ്കാരം പറയുന്നോളാ. ആഹാ, അഹങ്കാരം പറയുന്നോളാ കഴുതേ. അച്ഛാ, മോഹിച്ചു പോയത് തെറ്റാണെങ്കിൽ, വല്യുവിന് മനസ്സിൽ സ്ഥാനം കൊടുത്തു പോയത് തെറ്റാണെങ്കിൽ എന്നെ കൊന്നേക്കച്ച. അവരെ ഇതിനെ ശിക്ഷിക്കുന്നത് എന്നെ വേണ്ടി കൊന്നുകളെ. കൊല്ലൂടി, കൊല്ലും. അത്രയ്ക്ക് തിളച്ചു നിൽക്കുക എന്റെ ഉള്ളു. അഖില മേഡം, നിന്നെ പോലെ യാതൊരു യോഗ്യതയില്ലാത്തൊരു പെണ്ണിനെ ഇവിടെ താമസിപ്പിച്ചത് തന്നെ എന്നോടുള്ള വിശ്വാസം വെച്ചാ. ആ വിശ്വാസാ നീ തകർത്തത്. നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. നരകിച്ച് 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 ചാവും നീ. നോക്കിക്കോ. ഒരച്ഛനും ഒരു മകളെ ഇങ്ങനെ ശപിക്കില്ല. പക്ഷേ നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ. ഒരു നിമിഷമെങ്കിലും നീ നിന്റെ ഭൂതകാലം ഒന്ന് ആലോചിക്കണം. ഇന്നിപ്പോ വലിയ ബ്രാൻഡ് അംബാസഡർ ആയത് അഖില മേഡം തന്ന സൗജന്യ. ഓരോ പ്രാവശ്യവും ഓരോ തെറ്റ് നീ ചെയ്തപ്പോഴും ക്ഷമിച്ച് നിന്നെ ചേർത്ത് പിടിച്ചു നിർത്തി. തൊഴിലും ശമ്പളവും തന്ന് ജീവൻ നിലനിർത്തി. എന്തിന്? ഒരിക്കൽ നീ ചാവാൻ കിടന്നപ്പോ ആ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തം ചോരയും കരുണയും തന്ന് കൂടെ നിൽക്കാൻ. ഇപ്പോഴും അവര് തരുന്ന ആഹാരമല്ലടി നീ കഴിക്കുന്നത്. അരറ്റ സ്മരണ ഉണ്ടായിരുന്നെങ്കിൽ നീ ചതി ചെയ്യോ? നന്ദിയില്ലാത്ത മൃഗമല്ലടി നീ, വെറും മൃഗം.